ആ വീഡിയോഗ്രാഫേഴ്സിനെ കസ്റ്റഡി എടുത്തിട്ടുണ്ട് സർ. എത്ര ചോദിച്ചിട്ടും കാസറ്റ് അവരുടെ കയ്യിലില്ലെന്നാ പറയുന്നത്. ആ വീഡിയോഗ്രാഫേഴ്സിന് കൊലപാതകവുമായി എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടായിരിക്കും. അവന്മാരെ ഒന്നുകൂടി ശരിക്ക് ചോദ്യം ചെയ്താൽ എന്തെങ്കിലും ക്ലൂ കിട്ടായിരിക്കില്ല. യെസ് സർ. അവർക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉള്ളതായിട്ട് അറിയാവോ? അങ്ങനെയൊന്നുമില്ല സർ. അവരൊരു വീഡിയോ ഷോപ്പ് നടത്തുന്നുണ്ടെന്നല്ലാതെ രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ആ കാസറ്റിന്റെ പുറകെ നടന്നുകൊണ്ട് കാര്യമില്ല. കാസറ്റിലൊന്നും ഇല്ലെങ്കിലോ? ആ, എന്തെങ്കിലും ക്ലൂ കിട്ടിയാൽ പോലീസിലെ ഹയർ അതോറിറ്റീസിനെ അറിയിക്കുന്നതിന് മുമ്പ് എന്നെ വിവരം അറിയിക്കണം. സർ. യു കൻ ഗോ. സാറേ, ഒരു കാസറ്റ്. ഏത് കാസറ്റാടാ? ആർക്കാ? അതല്ല സാർ, ഒരു കാസറ്റ് വിൽക്കാനുണ്ട്. എവിടുന്നെങ്കിലും പൊക്കിയതാണോടാ? അയ്യോ അല്ല സാർ, എനിക്ക് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാ. സത്യമാണോ? അതെ സാർ. എന്ത് വരണം? സാർ എന്തെങ്കിലും തന്നാ മതി. യെസ്, അതെ, എനിക്കാണ് ഇൻവെസ്റ്റിഗേഷൻ ചാർജ്. എന്താ? കാസറ്റോ? എവിടെ? ശരി. ആ, ജനസമ്പർക്കപരമായ പല പുരോഗതികൾക്കും തടസ്സം നേരിടുന്നതെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല. രാജ്യം ഒട്ടേറെ ഭീഷണികൾ നിങ്ങൾ സർക്കാർ നൽകുന്ന ശരി സർ. ആ, ഞാൻ മുഹമ്മദിനോട് പറഞ്ഞോളൂ സാർ. ഓക്കെ സാർ. ആരാ? സാറാ വിളിച്ചത്. കാസറ്റ് ആ കമ്മീഷണറുടെ കയ്യിലെത്തിയിട്ടുണ്ടെന്ന്. ഇനി നീ ഇവിടെ നിന്നാൽ അപകടമാവും. അതുകൊണ്ട് ഇന്നത്തെ ഫ്ലൈറ്റിൽ തന്നെ ബോംബെയിലേക്ക് പോയിക്കൊള്ളാനാണ് സാറിന്റെ ഓർഡർ. ഏതായാലും സാർ അടുത്ത ആഴ്ച ബോംബെയിലേക്ക് വരുന്നുണ്ട്. അപ്പോ ബാക്കി കാശ്? ബാക്കി കാശ് അടുത്ത ആഴ്ച ബോംബെയിൽ എത്തിയിരിക്കും. നീ പോവാൻ നോക്ക്. एक पॉइंट बताओ जल्दी. എന്നാ ബാക്കി. വാ, കുറച്ച് സംസാരിക്കണം. क्या? പറയാം. വാ. हाथ निकाल दे.
ഇനി പറ, ആരാ നിന്നെ കൊണ്ട് ജയിച്ചത്? ഞാൻ പറയില്ല. ആരാ നിന്നെ കൊണ്ട് ജയിച്ചത്? പറയാൻ. ഞാൻ പറയാം. നടക്ക്. സർ, രഞ്ജിത്ത് പൊയ്ക്കോളൂ. യെസ് സർ. സാർ, ദയവേത് ഇനിയും ഞങ്ങൾ ഇടിക്കല്ലേ സാർ? കൂടുതൽ ഇടിച്ച ചിലപ്പോ ഞങ്ങൾ കുറ്റം സമ്മതിച്ചു പോവും. ടേക്ക് യുവർ സീറ്റ്. വേണ്ട സാർ, വേണ്ട. ഇരിക്കൂ. നിങ്ങൾ നിരപരാധികളാണെന്ന് എനിക്ക് ബോധ്യമായി. നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട കാസറ്റ് എനിക്ക് കിട്ടി. അത് കണ്ടപ്പോൾ മാത്രമാണ് വില്യം പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായത്. സോറി, നിങ്ങളോട് എനിക്കല്പം ക്രൂരത കാണിക്കേണ്ടി വന്നു. പക്ഷേ നിങ്ങളെ ന്യായമായും സംശയിക്കാനുള്ള ധാരാളം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് അങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നത്. അതൊന്നും സാരമില്ല സാർ. ഞങ്ങൾ കുറ്റക്കാരല്ലെന്ന് സാറിന് ഇപ്പോഴെങ്കിലും ബോധ്യമായല്ലോ. സമാധാനമായി. ആക്ച്വലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. പക്ഷേ എനിക്കിനിയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടുപിടിക്കാൻ എനിക്ക് ഇപ്പോൾ മുതൽ നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ഐ ആം റിക്വസ്റ്റിംഗ് ദിസ് ഫേവർ, നോട്ട് ആസ് എ പോലീസ് ഓഫീസർ. നിങ്ങളുടെ സഹോദരനാണ് പറയുന്നതെന്ന് കരുതിയാൽ മതി. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും സാർ? പറയാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി കൺഫേം ചെയ്യാനുണ്ട്. നാളെ രാവിലെ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരൂ. നമുക്ക് വിശദമായി നമ്മുടെ ശരീരമൊക്കെ ഇനി എന്തിനു കൊള്ളാം? ശരീരം നന്നാക്കാൻ വേണ്ടി ആ ജിംനേഷ്യത്തിൽ ചേർന്നത് എല്ലാം പോയി. ബോഡി മെയിൻറ്റെയിൻ ചെയ്ത കാരണം നമ്മൾ ചത്തില്ല. ദോഷം പറയരുത്, ഈ IPS കാരുടെ ഇടിക്കൊക്കെ നല്ല വെയിറ്റാ. ലക്കി വീഡിയോസ് എന്നൊക്കെ പേരിട്ടപ്പോ ഞാൻ വിചാരിച്ചു വച്ചടി വച്ചടി കയറ്റമായിരിക്കുമെന്ന്. ഇതിപ്പോ വച്ചിടി കലക്കമായി പോയി. നീ എന്താ ഒന്നും മിണ്ടാത്ത? നിനക്കെന്താ മെന്റലായ? കുറച്ചു നേരം ഒന്നും മിണ്ടായിരിക്കാൻ എന്ത് കാരണം? എനിക്കിപ്പോഴും പിടികിട്ടാത്തത് ഈ കൊലപാതകത്തിന് പിന്നിൽ ആരായിരിക്കുന്നു. പറ സാറേ, ഇനിയെങ്കിലും സത്യം പറ. ആ കാസറ്റ് എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഞാൻ പറയില്ല. ആഹാ, വേണ്ട. ഇത്രയും തല്ലിയല്ലിട്ട് ഒരു പോലീസുകാരൻ പറയാതിരുന്ന എനിക്കാ മോശം. പറടാ. നീ പറയില്ല അല്ലേ? ഞാൻ പറയില്ല. പാവം.
ആ സത്യം പറയില്ല എന്നുള്ള വാശിയിലായിരിക്കും കമ്മീഷണർ സാർ ഇതിന് പറയും. എന്തിനാ സാറേ എന്നെ മോശക്കാരനാക്കുന്നത്? ആ കാസറ്റ് എവിടെയാണെന്ന് പറ. ആഹാ ഒന്നറങ്ങി ഞാൻ പറ. പറടാ, ആ കാസറ്റ് എവിടെയുണ്ട്? പറ പറയാൻ. ഓഹോ പറയുന്നില്ലേ? പറയടാ. ഇവന്റെ ശരീരം മാത്രം തളർന്ന പോരാ, മനസ്സും തളരണം.